ഞങ്ങള് സർക്കാരിന്റെ മുമ്പിൽ പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാർക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും നിവേദനം കൊടുത്ത്, അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാര സമരം നടത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പലവിധ ചർച്ചകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞങ്ങളെ ഈ ആവശ്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ബസ്സുകൾ സർവീസ് നടത്തണമെങ്കിൽ ഗതാഗത വകുപ്പ് പെർമിറ്റ് തരണമല്ലോ. അത് സർക്കാർ നിശ്ചയിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന ഫീസും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ പെർമിറ്റ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിയ 30-40 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബസ്സുകളുടെ പെർമിറ്റുകൾ KSRTCക്ക് വേണ്ടി സർക്കാർ പിടിച്ചെടുക്കുകയാണ്. KSRTC ഇപ്പൊ ഏതെങ്കിലും റൂട്ട് അവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെർമിറ്റ് അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഒന്നാമത്തെ ഡിമാൻഡ്, ഞങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ആയിട്ടും ഓർഡിനറി ബസ്സുകളുടെ പെർമിറ്റുകൾ ഓർഡിനറി ആയിട്ടും ഞങ്ങൾക്ക് യഥാസമയത്ത് 5 കൊല്ലം കൂടുമ്പോൾ പുതുക്കി തരണമെന്നാണ് ഞങ്ങൾ ഒന്നാമത്തെ ഡിമാൻഡ്. ഞങ്ങൾ രണ്ടാമത്തെ ഡിമാൻഡ്, ഇപ്പൊ നിങ്ങൾക്കറിയാം ബസ്സുകളിൽ, സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരിൽ പകുതിയിലധികം വിദ്യാർത്ഥികളാണ്. ഇതിൽ എന്താ കാരണം വെച്ചാൽ കുറെ അർഹതപ്പെടാത്ത അനർഹരായ കുറെ ആളുകൾക്ക് ഞങ്ങൾ പുസ്തകം കൈ പിടിച്ച് വണ്ടി കയറിയ, ഞങ്ങളെ ബസ് കയറിയ കൺസെഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ യഥാർത്ഥ വിദ്യാർത്ഥികൾ ആരാണ് എന്നുള്ളത് സർക്കാർ തിരിച്ചറിയുന്നതിനുള്ള ഒരു തിരിച്ചറിയൽ കാർഡ് സർക്കാർ കൊടുക്കണം. അതായത് KSRTCയിൽ ഇപ്പൊ അങ്ങനെയാണ്. KSRTC കൊടുക്കുന്ന കാർഡ് അത് എല്ലാം പരിശോധിച്ചിട്ട് കൊടുക്കുള്ളൂ. ആ കാർഡിലാണ് അവർക്ക് കൺസെഷൻ കൊടുക്കുള്ളൂ. അതിനെ മുൻകൂട്ടി കാശ് കൊടുക്കണം. പക്ഷെ ഞങ്ങളിലും അതുപോലെ തന്നെ KSRTCനെ പോലെ തന്നെ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ നിജപ്പെടുത്തിയതിന് അതിനുശേഷം ഈ 13 കൊല്ലമായിട്ട് വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ ഒരു വർധനവും വന്നിട്ടില്ല. അപ്പൊ അത് കാലോചിതമായിട്ട് പരിഷ്കരിക്കണം. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോൾ ലിറ്റർ ഡീസലിന് 97 രൂപയാണ്. അപ്പൊ 96-97 വിദ്യാർത്ഥികൾ ബസ് കയറി അവരടുത്ത് നിന്ന് കിട്ടുന്ന ടിക്കറ്റ് ചാർജ് ഉണ്ട് 1 ലിറ്റർ ഡീസൽ ഞങ്ങൾക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥികളെ ടിക്കറ്റ് നിരക്കും തന്നെ കാലോചിതമായി പരിഷ്കരിക്കണം. പിന്നെ അതിലേറെ ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള സംഗതി എന്താ വെച്ചാൽ, ഇന്ന് കേരളത്തില് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യാത്ത ഏക മേഖല ബസ് തൊഴിലാളികളാണ്. ബസ് തൊഴിലാളികളായിട്ട് ഇപ്പോൾ ഒരു ഡ്രൈവർമാരായിട്ടോ കണ്ടക്ടർമാരായിട്ടോ അതിഥി തൊഴിലാളികളില്ല. അതേസമയം ഞങ്ങളുടെ ബസ്സിലെ ജീവനക്കാർക്ക് ഇപ്പോ നിർബന്ധമായിട്ടും ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. അതേസമയം ഈ ബസ്സിലെ തൊഴിലാളികളൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ സംഘടനകളിലോ ഒക്കെ മെമ്പർമാരാകും. അപ്പൊ അതിന്റെയൊക്കെ സമരങ്ങളിലും ധർണകളിലും പിക്കറ്റിങ്ങളിലും ഒക്കെ പങ്കെടുത്ത് കണ്ട് എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ പെറ്റ് കേസുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത്തരം തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതേസമയം അന്യ സംസ്ഥാനത്ത് നിന്ന് വലിയ കൊടും ക്രിമിനൽ കേസുകൾപ്പെട്ട ആളുകൾ അവിടുന്ന് ഒളിവിൽ വന്ന് ഇവിടെ താമസിക്കുന്ന അവര് ഏത് ജോലിയും ചെയ്യാം, അവർക്ക് പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പൊ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം ഒരു പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തൊഴിലാളികളെ ഒരു സാമൂഹ്യ ദ്രോഹികളായി സ്വീകരിക്കുന്ന ഈ സംവിധാനം ഒഴിവാക്കണം. അപ്പൊ ഞങ്ങൾ ആ PCC സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ഒഴിവാക്കണം. അതേപോലെ തന്നെ ഇപ്പൊ അത് എല്ലാ വാഹന ഉടമകൾക്കും അറിയാം, ചെറിയ ഇരുചക്ര വാഹനങ്ങൾക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ചലാൻ വഴി ഫോട്ടോ എടുത്തുകൊണ്ട് ഞങ്ങളാരും അറിയണ പോലുമില്ല ഇത് എന്തിനാണ് പെറ്റ് കേസ് എന്നറിയില്ല. ഈ ചലാൻ വഴി മൊബൈലിൽ ഞങ്ങൾക്ക് ഫോൺ മെസ്സേജ് വരുമ്പോഴാണ് ഇത്ര രൂപ അടക്കണം, 3000 രൂപ, 5000 രൂപ, 7500 രൂപ ഒക്കെ പിഴ ഈടാക്കുക. ഇത് ഞങ്ങൾ ഹിയറിംഗ് നടത്താനോ ഞങ്ങൾ കുറ്റം ചെയ്തത് എന്താണ് എന്ന് അറിയിക്കാനോ ഞങ്ങളെ തൊഴിലാളികളെ അല്ലെങ്കിൽ ഞങ്ങളെ ഉടമകളെ ആര് ഹിയറിംഗ് പോലും നടത്താതെ ഗതാഗത വകുപ്പ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്ര രൂപ പിഴ ഈടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ആ സംവിധാനം ഒഴിവാക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, സ്വകാര്യ ബസ്സിൽ ഒരേ ഉപയോഗത്തിന് പെട്ടതാണ് സ്പീഡ് ഗവർണർ, GPS, അതുപോലെ തന്നെ ക്യാമറകൾ. ഇതൊക്കെ വലിയ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഇത് 3 നിർബന്ധമായിട്ട് ഓരോ ബസ്സും വാങ്ങുമാണ്, ബസ്സിൽ പിടിപ്പിക്കും വേണം. ഇത് ഓരോ വർഷം കൂടുമ്പോഴും അത് പുതുക്കിയ സർട്ടിഫിക്കറ്റ് RT ഓഫീസിൽ ഹാജരാക്കും വേണം. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നടപടി ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 ആവശ്യം ഉന്നയിച്ച് സർക്കാരിന്റെ മുമ്പിൽ പലവിധ നിവേദനങ്ങൾ പല പ്രാവശ്യം കൊടുത്തിട്ടും ഒരു പരിഹാരം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ 8-ാം തീയതി ഒരു ദിവസത്തേക്ക് സൂചനാ സമരം, അതും കഴിഞ്ഞ് ഈ ജൂലൈ 22-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്കും ഞങ്ങൾ ബസ് സർവീസ് നിർത്തിവെക്കുകയല്ലാതെ ഇതൊരു സർക്കാരിനോടുള്ള വെല്ലുവിളിയല്ല. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ബസ്സുകൾ സർവീസ് നടത്താൻ വയ്യ. അതുകൊണ്ട് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.